കർത്താവദാസൻ ഈ സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവദാസൻ കുടുംബം ഇവിടെ കർത്താവിനെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും, വിശേഷിച്ച ദൈവസഭയിൽ കർത്താവദാസനോട് ചേർന്ന സഭയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന കേന്ദ്രങ്ങൾ നൽകുന്ന ബഹുമാനിതരായ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ഒരുമിച്ചായിരുന്ന സർവശക്തനായ ജോലിക്കായി അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ ഇതിനെ കുറെ പേർക്ക് കണ്ടിട്ടുണ്ടാകും. കർത്താവദാസൻ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്ന സമയത്ത് ഇവിടെ കടന്നു അവസരം ഒരുക്കി ഇങ്ങനെ നിങ്ങൾക്ക് കാണുവാനും പരിചയപ്പെടുവാനും ഇങ്ങനെ ഒരു കൂട്ടായ്മ ആഗ്രഹിപ്പാനും ഒരുക്കിയ നല്ല അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞങ്ങൾ കർത്താവ് വേലയിലായതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ ഇവിടുത്തെ 10 കിലോമീറ്റർ പുറത്താണ് ശുശ്രൂഷിക്കുന്നതെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 2 മാസമായി ഞാൻ വന്നിട്ടോ ഞങ്ങൾ കണ്ടിട്ട്. പക്ഷെ ഇങ്ങനെ ഇന്ന് മക്കളെ കടന്നു വരുവാനും ഇവിടെയുള്ള ദൈവമക്കളെ കാണുവാനും കൂട്ടായ്മ ആചരിക്കുവാനും കർത്താവിന്റെ അവസരത്തിന് ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഒരുമിച്ചുള്ള ആരാധനയും പ്രാർത്ഥനയും ഏറ്റവും അനുഗ്രഹമായി തീരുക. ഞാനൊരു ചെറിയ ചിന്ത ദൈവങ്ങളുമായി പങ്കുവച്ച് എനിക്ക് ലഭിച്ച സമയത്തേക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ, അതിന്റെ 11, 12, 13 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ന്യായാധിപന്മാർ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വാക്യം. ഇബ്രാഹിം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം കൂടി. ഇബ്രാഹിം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. ഇബ്രാഹിം 11-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം. പ്രവാചകന്മാരെയും കുറിച്ച് വിവരിക്കാൻ സമയം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെട്ടു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രത്തെ ദൈവങ്ങളുടെ മുമ്പാകെ ഇന്ന് പകലൊന്ന് ചിന്തിച്ച് ദൈവം എനിക്ക് തന്ന ആലോചന പങ്കുവെച്ച് ദൈവസന്നിധിക്കാൻ ഞാൻ കഥാപാത്രം ആഗ്രഹിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 6-ാമത്തെ പകലാണ്. 6 ദിവസമൊക്കെ ആകുമ്പോൾ ക്ഷീണം ശാരീരികമായിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മീയത്തിൽ എല്ലാവരും ബലപ്പെട്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഫാസ്റ്റിംഗ് ഈസ് ഫീസ്റ്റിംഗ് വിത്ത് ഗോഡ് എന്നാണ്. ഉപവാസം ദൈവമായിട്ടുള്ള പന്തിഭോജനമാണ്. ഉപവാസം ദൈവമായിട്ടുള്ള പന്തിഭോജനം. പുറമെ ആഹാരമൊക്കെ കഴിക്കാതിരിക്കുന്നതിൽ ഒരു ക്ഷീണം ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആത്മമനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പന്തിഭോജനത്തിൽ കഴിഞ്ഞ ശക്തന്മാരായ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ കൂടെ കഴിഞ്ഞ 5 ദിവസം ദൈവാലോചന കേട്ട് ദൈവവാദപീഠത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിൽ നിന്ന് ചെല്ല് പ്രാപിച്ച് ഇന്ന് നമ്മുടെ ആത്മമനുഷ്യൻ ബലപ്പെട്ടിരിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തിന് ഒരിക്കൽ കൂടെ ഉപവാസ പ്രാർത്ഥന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇരിക്കട്ടെ, പെന്തക്കോസ്ത് സഭയല്ലേ, ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നത് നന്നായിരിക്കും എന്ന് വെച്ച് ഒരു താല്പര്യത്തോടെ താല്പര്യത്തോടെ വെച്ച പ്രാർത്ഥനയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ പോലും ഞാൻ എന്റെ സഭയിൽ പറയാറുണ്ട്, ഉപവാസത്തിന്റെ പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒരു തലമുറ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ജനറേഷൻ നമ്മുടെ ഇടയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. എന്തിനേറെ പറയുന്നു, ഇന്ന് ഒരു കുഞ്ഞിനോട് ചോദിച്ചാൽ, 10-15 വയസ്സുള്ള കുഞ്ഞിനോട് ചോദിച്ചാൽ, കുഞ്ഞെ നീ ഒരു ദിവസമെങ്കിലും ഉപവസിച്ച് നിനക്ക് അറിയാമോ ഒരു നേരം ആഹാരം വെടിഞ്ഞിരിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് കഴിയാത്ത ഒരു
സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവസഭകളിൽ ഉപവാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ പിതാവാണ് ഇവിടെ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ നാളുകളിൽ കലണ്ടറിനകത്ത്, ആലയത്തിനകത്തുള്ള കലണ്ടറിനകത്ത് എഴുതിയിടും, ഈ വെള്ളിയാഴ്ച ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന. ഓരോ വീടുകൾ ഇങ്ങനെ ബുക്കിട് എന്താ മുൻകൂട്ടി പറഞ്ഞില്ലെങ്കിൽ അത് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തുമായിരുന്നു. അത് പാസ്റ്റ് വേറെ വീട്ടിൽ നടത്തിയെന്നൊക്കെ പറയാതിരിക്കാൻ ഈ കലണ്ടറെ കൊണ്ടുവന്നിട്ട്, അപ്പോ ഒരു മാസത്തിൽ 4 or 5 വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ 5 വെള്ളിയാഴ്ചയും കൃപയാന്ന് പറയാൻ പറ്റത്തില്ല. നിർഭാഗ്യവശാൽ ഇന്ന് കലണ്ടറെ വരയില്ല, കുറിയില്ല. ഞങ്ങളുടെ സഭയിലെ കാര്യം ഞാൻ പറയാം. ബുധനാഴ്ച കോട്ടയം മീറ്റിംഗ് ഏതെങ്കിലും വീട്ടിൽ ആവശ്യമുണ്ടോ? വെള്ളിയാഴ്ച പ്രാർത്ഥന ഏതെങ്കിലും വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ നടത്താം, ഇല്ലെങ്കിൽ ആലയത്തിൽ വെച്ച് നടത്താം. പൊതുവേ സ്തോത്രം പോകാൻ സാധ്യത കൂടുതലുണ്ട്. കുഴപ്പമില്ല, അറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ ഷാർവൽ ക്ലാസ്. അപ്പൊ ഷാർവല് പൊതുവെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം ഈ ഉപവാസത്തിന്റെ പണ്ടല്ല നമ്മുടെ വീടുകളിൽ സൗകര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയാറ് പാസ്റ്റർ വീട്ടിൽ വെച്ച് നടത്താൻ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമുക്ക് സൗകര്യം കൂടി പറയാം, പാസ്റ്റർ സെറ്റി മാറ്റണം, ഡൈനിങ് ടേബിൾ മാറ്റണം, ഈ സാധനം എല്ലാം കൂടെ മാറ്റി എങ്ങനെ പ്രാർത്ഥന. അതന്നെ പറഞ്ഞത്, ഉപവാസത്തിന്റെ പ്രാധാന്യത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ നമ്മൾ ഈ പുറമെ മനുഷ്യനോട് ക്ഷീണിക്കുമ്പോൾ ഞാനെന്റെ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നെ നോക്കിയിട്ട് നടക്കുന്നില്ല, ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തോ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കത്തോ. അപ്പോ ഈ വണ്ണം കുറഞ്ഞു വരുമ്പോൾ മുഖത്തൊക്കെ ഒരു ക്ഷീണം ചെറുതായിട്ട് വരും, അല്ല ശരീരം. ഇപ്പൊ ചിലരെ നോക്കിയിട്ട് പറയാം, ആള് നന്നായിട്ടൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഒരു സങ്കടം. ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ വൈഫിനോട് എല്ലാവരൊക്കെ പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ നന്നാക്കാനുള്ളൊരു ശ്രമമാണ്. എന്റെ കുഞ്ഞുങ്ങൾ ഈ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഗൾഫിന് ചെന്നപ്പോൾ ഞാൻ എന്റെ മോള് ചെറിയ പ്രായത്തിൽ അവള് ഒന്ന് നന്നാവാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നോടനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവരോട് എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെ നന്നാക്കാൻ പറ്റിയ എന്തെങ്കിലും പൊടി? കാരണം അവർ വേറെ ഒന്നുകൊണ്ടല്ല, ഈ കുഞ്ഞിന് അയലത്തൂടെ ആരെങ്കിലും ഓടിക്കൂടെ തുമ്പിക്കൊണ്ട് പോയാലും ഈ ആള് പെട്ടെന്ന് കയറി തുമ്മൽ പിടിക്കും. സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളും നല്ല വലിയവർക്കും പലർക്കും ഉണ്ട്. ആള് നല്ല പുറമെ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബോഡി എന്താണ് അലർജി. അപ്പൊ ഈ ബോഡി വീക്ക് ആവുന്നതിനനുസരിച്ച് പ്രതിരോധ ശക്തി എന്തുകൊണ്ടിരിക്കുക. അതിന് നല്ല ആഹാരം നമ്മൾ ഈ പ്രായമുള്ളവർക്കൊക്കെ അതും മേടിച്ചു കൊടുക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം ഒന്ന് ബലപ്പെടാൻ വേണ്ടി, ഈ രോഗത്തെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി പല ആഹാരങ്ങളും പുറമെ മനുഷ്യൻ മേടിച്ചു കൊടുക്കും, വാങ്ങി കൊടുക്കും. പക്ഷെ ആത്മീയ ജീവിതത്തിൽ അതുപോലൊരു സംഭവമുണ്ട്. ഈ ഉപവാസം എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇരിക്കട്ടെ എന്ന ദിവസം വെച്ച് ചിന്തിച്ചിരിക്കേണ്ടതല്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ആത്മമനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തിയെടുക്കാൻ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, ശത്രു കളിക്കുന്ന പദ്ധതികളുടെ മധ്യത്തിൽ മുൻപോട്ട് ജീവിക്കണമെങ്കിൽ, മുൻപോട്ട് പോകണമെങ്കിൽ ആത്മമനുഷ്യൻ ബലപ്പെടാതെ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ എവിടെ ബലപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവാദം എടുത്തിരിക്കുമ്പോൾ ഉപവാസം പറഞ്ഞ ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളത് നമുക്ക് മലയാളത്തിൽ അതിനെ പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ഈ 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസം കർത്താവിന്റെ മേശയോടനുബന്ധിച്ച് ഈ ഉപവാസം ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ നിന്ന് 6 ദിവസം വെറുതെ പട്ടിയിരുന്ന് സ്വന്തം എഴുന്നേറ്റ് പോകുന്നവരായിട്ടല്ല, ദൈവപാദപീഠത്തിൽ നിന്ന് നാളെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ എനിക്ക് വിരോധമായി, എന്റെ തലമുറയ്ക്ക് വിരോധമായി, എന്റെ കുടുംബത്തിന് വിരോധമായി, എന്റെ ദൈവസഭയ്ക്ക് വിരോധമായി പിശാചൊരുക്കുന്ന പദ്ധതികളെ ജയിച്ചു മുന്നേറേണ്ടതിന് വേണ്ടിയുള്ള ഒരു ദൈവിക കരുത്ത് ഏറ്റെടുക്കുന്ന ദിനരാത്രങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ കൂടെ ദൈവിക കരുത്തേണ്ടത് തോന്നണം. ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ ഇന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ആത്മീയ ജീവിതത്തിൽ ഇന്ന് ദൈവസഭകൾ മന്ദീഭവിച്ച അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ
പിശാച് പലപ്പോഴും നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ആത്മമനുഷ്യൻ ബലപ്പെടും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി നമ്മളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാൻ എനിക്ക് തന്ന സമയത്തിനുള്ളിൽ ദൈവവചനം ധ്യാനിച്ച് ചിന്തിച്ചിരിക്കാനായിട്ടാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ 12 മണി കഴിഞ്ഞാൽ ഔട്ട് ഓഫ് മൈൻഡ് ആവും. കാരണം ഈ സ്കൂളിലാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് 12 മണി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് അങ്ങനൊന്നും ഇല്ല. രണ്ടുപേരെ പോയാലും കുഴപ്പമില്ലെന്നുള്ളതാണ് എൻ്റെ എലി കുഴപ്പമില്ല. പക്ഷെ ശാരോട് ചിലപ്പോൾ കുഴപ്പമാണ്. അതുപോലെ ഞാനെങ്കിൽ ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതി എന്ന് പറയുന്ന സഭകളും ഞാൻ ഷാറൂഖ് സെക്ഷൻ പാസ്റ്ററാണ്. ഞാൻ അതാണ് പറയാനല്ല, പക്ഷെ എനിക്ക് അറിയാം ഞങ്ങളുടെ സഭയുടെ കാര്യം ഞാൻ പറയാം. ഗിദെയോന്റെ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ ചിന്തയിലോട്ട് കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ അനന്തരം യഹോവയുടെ ദൂതൻ വന്ന ഒഫ്രയിൽ അബീയാസിനായ യോവാശിന്റെ കൽവേലത്തിന്റെ കീഴിലിരുന്ന അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാനിയുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് ലഭിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം വിശ്വാസവീരന്മാർ പട്ടികയിലുകയും ഗിദെയോൻ എത്തപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. ആ ഗിദെയോനെ കുറിച്ച് ചില ചിന്തകൾ ഓർമ്മിക്കാം. ഈ ഗിദെയോനെ കുറിച്ച് മനസ്സിലാക്കണം, ഗിദെയോൻ ചുറ്റുപാട് എന്താണെന്ന് മനസ്സിലാക്കണം, ഗിദെയോൻ ജീവിച്ച സാഹചര്യം എന്താണെന്ന് അറിയണം. അതാണ് അതിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ മിദ്യാന്റെ ഏൽപ്പിച്ചു. ഇസ്രായേലിന്റെ അവർ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്റെ നിമിത്തം പർവ്വതങ്ങളിലും ഗഹൂരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശക്തമാക്കി. ഇസ്രായേൽ വിളിച്ചിരിക്കുമ്പോൾ മിദ്യാനിലും അമാലേക്കിലും കിഴക്കേ ദേശക്കാരും അവരുടെ നേരെയും അവർ വിരോധമായി പാളയമിറങ്ങി ഗസ നാട്ടിലെ ഇവരെയൊക്കെ നശിപ്പിക്കും. അവർ ഒന്നും ശേഷിപ്പിക്കുകയില്ല. ഞാൻ എന്നായി എൻ്റെ സന്ദേശത്തിന് ഞാൻ ഒരു 4 കാര്യങ്ങൾ മാത്രം പറയും. ആ കാര്യം എല്ലാവരുടെയും മനസ്സിലിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ട് അങ്ങനെ മാത്രമേ സംസാരിക്കാറുള്ളൂ. നാളെ എന്നെ മറന്നുപോയാൽ എന്നെ കണ്ടാൽ ഓർത്തില്ലെങ്കിലും ദൈവജനത്തിന്റെ ആ ചിന്ത നമുക്ക് മനസ്സിലിരിക്കണം. ഒന്ന്, ഇവിടെ കാണാൻ പറ്റുന്നത് ഗിദെയോൻ സർക്കംസ്റ്റാൻസസ്, ഗിദെയോന്റെ ചുറ്റുപാട് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രാരംഭവാക്യങ്ങൾ ഇറ്റ് വാസ് എ ടൈം ഓഫ് പോവർട്ടി. അധ്വാനിക്കാത്തതുകൊണ്ടല്ല, കഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ മിച്ചമായിട്ടുള്ളത് ഒരു ദാരിദ്ര്യത്തിന്റെ അനുഭവമാണ്. 2, ഇറ്റ് വാസ് എ ടൈം ഓഫ് പെർസിക്യൂഷൻ. ഒരു പീഡനത്തിന്റെ കാലഘട്ടമായിരുന്നു ഗിദെയോന്റെ കാലഘട്ടം. അവിടെ കൊടുത്തിട്ടുണ്ട് അമാലേക്യരും മിദ്യാനിലും കിഴക്കേ ദേശക്കാരും ഇവരെ ഞെരുക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. 3, ഇറ്റ് വാസ് എ ടൈം ഓഫ് പവർലെസ്നെസ്. ശക്തി ക്ഷയിച്ചു പോയ ഒരു കാലഘട്ടം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഗിദെയോനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഗിദെയോന്റെ ചുറ്റുപാട് എന്തായിരുന്നു മനസ്സിലാക്കണം. അപ്പൊ ഗിദെയോൻ ജീവിച്ച സാഹചര്യം പറഞ്ഞൊരു ദാരിദ്ര്യം നിമിത്തം ദാരിദ്ര്യം അനുഭവിച്ചൊരു കാലഘട്ടമായിരുന്നു. 2, ഒരു പീഡനത്തിന്റെ കാലഘട്ടമായിരുന്നു. 3, ശക്തി ക്ഷയിച്ച കാലഘട്ടമായിരുന്നു. വ്യത്യസ്തമൊന്നുമല്ല ഇന്ന് നമ്മൾ. നമ്മുടെ ജീവിത അനുഭവങ്ങളും സാഹചര്യങ്ങളും ഗിദെയോനോട് ചേർത്ത് വെച്ച് നോക്കിയാൽ ഇന്നും അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ പുറമെ നോക്കുമ്പോൾ എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ദാരിദ്ര്യത്തിന്റെ അനുഭവത്തിൽ കൂടെ ജീവിതത്തിൽ ഒരു ശേഷിപ്പ് കാണാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകലും ഈ ആരാധന മധ്യത്തിലുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടുന്ന നന്മ അനുഭവിക്കാൻ കഴിയാതെ, ഞാൻ പറഞ്ഞത് ദാരിദ്ര്യം പറഞ്ഞ പട്ടണങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ബുദ്ധിമുട്ടിന്റെ സ്വതം യഥാർത്ഥമായ ഒരു ഫലം കാണാൻ കഴിയാത്ത ജീവിത സാഹചര്യം. 2, ഒരു പെർസിക്യൂഷന്റെ കാലഘട്ടം. പുറമെയുള്ള ശക്തികളൊന്നും ഇന്ന് നമ്മളെ പീഡിപ്പിക്കുന്നില്ലെങ്കിലും ഒരു കാര്യം ഇവിടെ ഗിദെയോനെ മനസ്സിലാക്കുന്ന, ഇസ്രായേൽ ജനത്തിന് നേരെ ഒരു പീഡനം അയച്ചുവിട്ടത് അമാലേക്യരും മിദ്യാനിലും കിഴക്കേ ദേശക്കാരുമാണ്. അപ്പോൾ അങ്ങനെ അവരെ ഒതുക്കാൻ നോക്കി. ഇന്നും
ഇന്നും ദൈവമക്കൾക്ക് വിരോധമായിട്ട് പൈശാചിക മേഖലകളിൽ അവരുടെ പീഡനങ്ങളും പ്രതിസന്ധികളും അഴിച്ചുവിടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ദൈവസഭകളെ, വ്യക്തികളെ ഒതുക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, നമ്മളെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടോ, ക്ഷയിപ്പിച്ചിട്ടുണ്ടോ, നമുക്കതിനെ പോരാട്ടമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യമുള്ളൂ. പഴയതുപോലെ ഉപവസിക്കാൻ പറ്റുന്നുണ്ടോ? പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു കളഞ്ഞു. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു നേരം ആഹാരം എടുത്തിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ ഉപവസിച്ചാൽ നമ്മൾ ദൈവശക്തി ആർജിക്കുമെന്നുള്ളത് പിശാചിന് അറിയാവുന്നതുകൊണ്ട് അവൻ നമ്മളെ ഒതുക്കി കളഞ്ഞിട്ടുണ്ട്. അവൻ നമ്മുടെ ബലത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവസന്നിധിയിൽ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ദൈവ സാന്നിധ്യം അനുഭവിക്കാനോ കഴിയാതെ നമ്മളെ ക്ഷയിപ്പിച്ചു കളഞ്ഞ് നമുക്കെതിരെ നമ്മൾ ഒതുക്കി കളഞ്ഞ ചില പൈശാചിക ശക്തികളുള്ളത് ഇന്ന് നമ്മൾ തിരിച്ചറിയണം. Hallelujah. Praise the Lord. Sabbath. Praise the Lord. Hallelujah. Praise the Lord. Ajave. Hallelujah. Sabbath. Praise. നമ്മളെ ഒതുക്കി കളഞ്ഞ, പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് എഴുന്നേറ്റുന്നത് പ്രാർത്ഥിക്കാൻ കഴിയാത്ത തൊഴിലാളികളാണ്. ഉപവസിക്കണം, എനിക്ക് ഒരു നേരമെങ്കിലും ഉപവസിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ശക്തി ക്ഷയിപ്പിച്ച ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ നമ്മൾ ഒതുക്കിക്കളഞ്ഞ പൈശാചിക മേഖലകൾ. പിശാച് നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിച്ചു. ഒരാരാധന നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, ഒരാത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവസന്നിധിയോട് പാടാൻ പറ്റുന്നില്ല, ദൈവത്തോട് ആരാധിക്കാൻ പറ്റുന്നില്ല, ദൈവസന്നിധിയോട് കണ്ണുനീരൊഴുക്കാൻ പറ്റുന്നില്ല, ദൈവസന്നിധിയോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. പൈശാചിക മേഖലകൾ, ദേശത്തിന്റെ യുദ്ധത്തിന്റെ ആധിപത്യങ്ങൾ നമ്മളെ ക്ഷയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പരമാത്മാവിൽ നമുക്കതിനെ ക്ഷയിക്കാൻ കഴിയണം. Hallelujah. Sotram, Sotram, Sotram. Pidave Sudi. Hallelujah. Jivana Shikabir Malaj. Stotram. ഇതിനൊക്കെ ചുറ്റുപാടാണ്. പോർട്ടിയൊക്കെ ശക്തി ക്ഷയിച്ചതാണ്. പക്ഷെ ഇത് കണ്ട് ഗിദെയോൻ മാറിയ ഇസ്രായേലിനെ എല്ലാവരും ദൈവത്തോട് നിലവിളിച്ചു, ഞങ്ങൾ ഇങ്ങനെ അവസാനിക്കേണ്ടുന്നവരാണ്, ദൈവമേ ഞങ്ങളോട് കരുണാണിക്കണമെന്നൊക്കെ അവർ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഒരുവനെ പരിശുദ്ധാത്മാവോട് എടുത്തു മാറ്റി അവരെ വരച്ച് കാണിച്ചിട്ട് കാര്യമില്ല. ആ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ പൊതുവാക്യമായി വായിച്ച ഒരു കാര്യം, മിദ്യാനരുടെ കയ്യിൽ തനിക്കുള്ളത് പോകാതെ മാറി നിന്ന് മുന്തിരിച്ചക്ക ചവിട്ടുന്ന ഗിദെയോൻ, തനിക്കുള്ളത് നഷ്ടപ്പെട്ടു പോകാതെ മാറി നിൽക്കുന്ന ഗിദെയോൻ. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചൊരു ഭാഗമാണ് ഗിദെയോൻ കോതമ്പ് മിദ്യാനരുടെ കയ്യിൽ അകപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്ക നൽകി വെച്ച് വെല്ലുകയാണ്. ഇസ്രായേൽ ഇത്രയും പേരുണ്ടായിട്ട് അവരെ കുറിച്ച് ആരെക്കുറിച്ച് അവിടെ പ്രതിപാദിച്ചിട്ടില്ല. പക്ഷെ ഒരുവൻ അവർ മാറി നിൽക്കുക, എനിക്കുള്ളത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മറ്റുള്ളവരെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മിഥ്യാവിനാലും അമാലേക്കിനാലും കിഴക്കദേശക്കാരാലും ഞങ്ങൾ ഇങ്ങനെ പീഡിക്കപ്പെട്ട, ഞങ്ങൾ ദാരിദ്ര്യം അനുഭവിച്ച് ഞങ്ങളുടെ ശക്തി ക്ഷയിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകത്തുള്ള ചിന്തിച്ചിരിക്കുമ്പോൾ ഒരുവൻ മാറി നിന്ന് എനിക്കുള്ളതൊന്നും ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്നു. എനിക്കുള്ളതിനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ലെന്ന് പറയുന്നു. ഒരു ഗിദെയോനെ പരിശുദ്ധാത്മാവ് എടുത്തു അല്ലയോ പരാക്രമശാലി, Hallelujah, Ribara Sebe, Vabe, Vabe, Ase, Vele, 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 Vabe,
Ramaraji Balari Bale, Ramarari Banasikabe, Ramare Ramara, Rave Ramara Ramasube, Ame Shakari Bari Basabe, Abe, Dabe, 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 Rave Shakabe, Bele, Vaije, Asebele, Jala Jila Ribari Bandele, Variare, Asabe, Hallelujah, Bashabe, Lolo, Balaji, Bale, Jase Rabe, Rambe, Hadi Rabe, Amshebele, Vaide, Yabe, Ambe, Sakadari Balaji, Bale, Ramalo, Vase Rabe, Gabi, Ashabe, Hallelujah, Saide Rabajime, Amen, Jiba Sandar Kamanash, Hallelujah, praise the Lord. ദൈവമായിട്ടുള്ള ബന്ധം വ്യത്യസ്തമാണ്, അത് വ്യക്തിപരമാണ്. ആര് കൈയടിക്കുന്നോ കൈയടിക്കുന്നില്ല, ആര് പാടുന്നോ പാടുന്നില്ല, ആര് സ്തുതിക്കുന്നോ സ്തുതിക്കുന്നില്ലയോ, ആര് ആരാധിക്കുന്നോ ആരാധിക്കുന്നില്ലയോ, ആര് ഘോഷിക്കുന്നില്ല, എന്റെ വിഹിതമല്ല എനിക്കുള്ളത് ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന വ്യത്യസ്തരാകുന്ന ചിലര്, Adile, Rambe Bala Shigame, Obakara Sige, Vaibe Rambe Ramshari Bale, Jalajira Biladira Sabale, Laura Baraji Garibas, Hallelujah, Sabale. Praise the Lord. എല്ലാവരുടെയും ഞാനിപ്പോൾ പറഞ്ഞ കാര്യം നമ്മളെല്ലാവരും പോലെ ആകാനല്ല, എല്ലാവരും വ്യത്യസ്തമാണ്. എല്ലാവരും പോലെ പാടാനല്ല ദൈവം നമ്മളെ കണ്ടേ, എല്ലാവരും പോലെ പ്രാർത്ഥിക്കാനല്ല ദൈവം നമ്മളെ കണ്ടേ, എല്ലാവരിലും ആദ്യം ഒരാളാകാനല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്, ആളിൽ നിന്ന് വ്യത്യസ്തനാകാൻ ദൈവം നമ്മളെ വെച്ചത്. പുതിയ നിയമത്തിലെ രക്തസ്രാവക്കാരി സ്ത്രീക്ക് ആ ഭാഗമായിട്ടിപ്പോൾ എന്റെ ചിന്തയിലൂടെ വന്നത് യേശു കർത്താവിന്റെ 12 വർഷം നമുക്കറിയാം, വൈദ്യന്മാരാൽ വിശ്രമിച്ചുള്ളതൊക്കെ നഷ്ടപ്പെട്ട് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ട് യേശുവിന്റെ വസ്ത്രത്തിൽ തുറന്നു കർത്താവ് പറയുന്ന കാര്യമുണ്ട്, ആരോ എന്നെ. ഈ ശിഷ്യന്മാര് കർത്താവോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിനെ ഒരു ഇതായിട്ടുള്ള രീതിയിലാണ് വാക്യം നമുക്കറിയാം. കർത്താവ് എന്താ പറഞ്ഞായി പറയുന്നത്, ഇത്രയും തിക്കിന്റെ ഇടയിലും തിരക്കിന്റെ ഇടയിലും ഒരുപാട് പേര് തട്ടിയും മുട്ടുകയും ചെയ്യും. നമുക്കറിയാം, ഈ കല്യാണത്തിന് പ്രശ്നമൊക്കെ കയറുമ്പോൾ നമ്മൾ ഒരുപാട് പേര് തട്ടിയും മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ അവിടെ പറയാം, ആരോ എന്നെ തട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തന്നെ ഇതാവും. അപ്പൊ ശിഷ്യന്മാർ തിരിച്ചിട്ട് തന്നെ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് അന്ന് എന്നാ മനസ്സിലാവുന്നത്, ഇത്രയും ജനിക്കുന്നത് ആരെന്നെ തൊട്ടേ തട്ടിയ വ്യക്തിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ കർത്താവ് പറയുന്ന കാര്യമുണ്ട്, എല്ലാവരും തൊട്ടതുപോലെ Praise the Lord, hallelujah. ഒരുപാട് പേര് കർത്താവിനെ അന്വേഷിക്കുന്നുണ്ട്, ഒരുപാട് പേര് കർത്താവിനെ തട്ടുന്നുണ്ട്, ഒരുപാട് പേര് കർത്താവിനെ മുട്ടുന്നുണ്ട്, ഒരുപാട് പേര് കർത്താവിന്റെ പുറകെ പോകുന്നുണ്ട്. പക്ഷെ അതല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഭാഷയ്ക്ക് Praise the Lord.
എല്ലാവരെയും പോരാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഒരു സാധാ വിശ്വാസിയെ ജീവിക്കാനല്ല ദൈവം വേണ്ടത്. വ്യത്യസ്തമാണ്. ഒരു സാധാ പാസ്റ്ററായിട്ടല്ല ദൈവം എന്നെ കണ്ടിരിക്കുന്നത്. വ്യത്യസ്തനാണ്. കുഞ്ഞിനെ പഠിക്കുന്നിടത്ത് നീ വ്യത്യസ്തനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്നത് വ്യത്യസ്തനാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥനയ്ക്കകത്ത് വ്യത്യസ്തത ഉണ്ടാകും. പലരും ഉപവസിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ഉപവാസത്തിനകത്ത് വ്യത്യസ്തത ഉണ്ടാകും. എല്ലാവരും ആരാധിക്കുന്നുണ്ട്, പക്ഷെ നിന്റെ ആരാധനയ്ക്കകത്ത് വ്യത്യസ്തത ഉണ്ടാകും. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവം പ്രവർത്തിക്കാൻ പറ്റുന്നത്. ഇവിടെ ഇസ്രായേൽ ജനം മുഴുവൻ മിഥ്യാനിൽ ഞെരുക്കപ്പെട്ട് അവർ പീഡനം അനുഭവിച്ച് അവർ ശക്തി ക്ഷയിച്ച് ഒരു കൂട്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ പോകാനേ പറ്റൂ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ അവസാനിക്കത്തുള്ളൂ എന്ന് പറയുമ്പോ, ഇല്ല, എനിക്കുള്ളത് ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന, എന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കാനുള്ളതല്ല, ഞാൻ മാറി നിൽക്കുന്നത്, എന്റെ ജീവിതത്തിൽ ദൈവം ചിലത് ചെയ്യുമെന്നുള്ള ബോധ്യത്തോടെ ഇന്നിപ്പോ ദൈവവാദപീഠത്തിൽ പ്രാർത്ഥിക്കൊണ്ടിരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഭക്തരെ ദൈവം വെളിപ്പെടും. Praise the Lord. Hallelujah. സ്തുതി. ഈ ചുറ്റുപാടുകളുടെ മധ്യത്തിൽ, ഈ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഗിദെയോൻ മാറുന്നത്. നമ്മൾ ഈ സാഹചര്യം ആണെങ്കിൽ സാഹചര്യങ്ങളെയാണ് പലപ്പോഴും നമ്മൾ പഴിചാരാറുള്ളത്. ഗിദെയോനും വേണേൽ പറയാം, അയ്യോ എന്റെ സാഹചര്യം ഇങ്ങനെയാണ്, ഞാൻ കഷ്ടപ്പെടുന്നത്, പക്ഷെ ഉള്ളതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ മാറി നിൽക്കുക. ഇസ്രായേൽ ജനം ഉള്ളതൊക്കെ നഷ്ടപ്പെട്ട് അവരിങ്ങനെ അവരുടെ ശക്തി ക്ഷയിച്ചു കൊണ്ടുകൊണ്ടിരിക്കുക. ഒരു കൂട്ടർ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാള് മാറി നിൽക്കുന്നു. ഈ ചുറ്റുപാട് മധ്യത്തിൽ ദൈവം ഗിദെയോന് നൽകുന്ന രണ്ടാമത്തെ കാര്യം, ഗിദെയോനോട് ചെയ്യുന്ന കാര്യം, ഗിദെയോന് നിയോഗം കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം ഗിദെയോൺസ് കംപ്ലീഷൻ ആണ്. കംപ്ലീഷൻ. ഒന്ന് ഗിദെയോൺ സർക്കംസ്റ്റാൻസസ്, എന്തോ ചുറ്റുപാട്, ദാരിദ്ര്യത്തിന്റെ, പീഡനത്തിന്റെ, ശക്തി ക്ഷയിച്ച ഒരു ചുറ്റുപാട്. സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമാകണമെന്നില്ല. എന്നെ പറയും, ഈ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ സാഹചര്യം നമുക്ക് അനുവദിക്കുക. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉപവാസ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പോകാനും ഇന്ന് അല്പസമയം മാറി നിന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് 24 അല്ല 26 മണിക്കൂർ കിട്ടിയാൽ ചിലപ്പോൾ തികയാതെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാഹചര്യത്തിനപ്പുറത്ത് നമുക്ക് ദൈവപാദപീഠത്തിൽ മാറിയിരിക്കാൻ പറ്റിയാൽ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യമാണ് നിയോഗ ദൈവത്തിൽ. ഗിദെയോൻ സാഹചര്യത്തെ വഴിയാതിരിക്കുകയല്ല, ഗിദെയോൻ മാറി നിന്നു. ചുറ്റുപാടുകളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുകയല്ല. എനിക്കുള്ളത് ഞാൻ നഷ്ടപ്പെടുത്താൻ മാക്സിമം നോക്കാമെന്നുള്ള ചിന്തയോടെ ഗിദെയോൻ മാറി നോക്കിയാണ്. ആ ഗിദെയോനെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു കമ്മീഷൻ കൊടുക്കുക, നിയോഗം കൊടുക്കുക. അല്ലയോ പരാക്രമശാലിയെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ഇസ്രായേൽ ജനത്തെ ഈ മിദ്യാനിയുടെ കയ്യിൽ നിന്ന് നീ രക്ഷിക്കും. മാറി നിൽക്കുന്നവരുടെ ദൈവം ചില നിയോഗങ്ങൾ പറയും. വ്യത്യസ്തനായി നിൽക്കുന്നവരുടെ ദൈവം ചില നിയോഗങ്ങൾ പറയും. അപ്പോൾ ഈ നിയോഗത്തിനകത്ത് ഗിദെയോനോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഗിദെയോനോട് പറയുന്ന 2 കാര്യങ്ങൾ. ഒന്നൊരു പ്രോമിസാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. 2, ഈ ഗിദെയോന്റെ രീതി കണ്ടപ്പോ, നിയോഗം കൊടുത്തപ്പോ പറയുകയാണ്, നീ ഒരു പരാക്രമശാലി. ഗോഡ്സ് പ്രോമിസ് ആൻഡ് ഗോഡ്സ് പെർസെപ്ഷൻ. അപ്പൊ ഗിദെയോനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാഴ്ചപ്പാടും ഗിദെയോനോടുള്ള ദൈവിക വാഗ്ദത്വവും ആ നിയോഗത്തിനകത്ത് വരുന്ന കാര്യമാണ്. അപ്പൊ ഗിദെയോനോട് പറയുകയാണ്, നീ ഒരു പരാക്രമശാലിത്വം മാറി നിൽക്കുന്നത്. ഇത്രയും പ്രതിസന്ധിയുടെ മധ്യത്തിൽ നീ മാറി നിൽക്കുന്നതിനെ നോക്കുമ്പോൾ നീ ഒരു വ്യത്യസ്തനാണ്, നീ ഒരു പരാക്രമശാലി. ഗിദെയോനോട് പറയണം, ഞാൻ നിന്റെ കൂടെ. നിയോഗം കൊടുക്കുമ്പോൾ പറയുന്ന ആദ്യത്തെ വാഗ്ദത്തം, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇത്രയും പേര് വേറെ ആളുകളില്ല കർത്താവേ, ഉണ്ട്. പക്ഷെ നീ മാറി നിൽക്കുന്നുണ്ടായിരിക്കും നിന്റെ കൂടെ കഴിച്ചു. ഇത്രയും
ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്ന ലാവോസ് പീപ്പിളും കൂടുന്ന ദൈവത്തിന്റെ നിയമമൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്ന ഗിദെയോനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ മാറി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഈ ലോകം മുഴുവൻ നിനക്ക് എതിരാണെന്ന് പറഞ്ഞാലും കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകും. Praise the Lord. Hallelujah. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവഭക്തനോടൊപ്പം ദൈവം നിയോഗം കൈമാറുക മാത്രമല്ല, ആ നിയോഗത്തിനകത്ത് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. Hallelujah. Praise the Lord. Hallelujah. ഇതിനോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ ഒറ്റയ്ക്ക് ഞാൻ മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. ആ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ 14-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ദൈവസഭയ്ക്കകത്ത് ഈ ദേശത്തിനകത്ത് എന്നെ നിങ്ങളെ ദൈവം കണ്ടിരിക്കുകയാണ്. ഒരു നിയോഗം നടന്ന് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്തിനു വേണ്ടിയാണ് അറിയാമോ? ചിലരെ രക്ഷിച്ചെടുക്കാൻ. എത്ര പേർക്ക് നിയോഗം ഏറ്റെടുക്കാൻ പറ്റും? ഈ ദൈവസഭയ്ക്കകത്ത് ചില ഗിദെയോന്മാരെ കർത്താവ് നോക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് ചിലരെ രക്ഷിച്ചെടുക്കാൻ തകർന്നുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഉദ്ധരിച്ചു കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് വേർത്ത് നിൽക്കുന്ന ചില ഗിദെയോന്മാർ ഇതിനകത്ത് അന്വേഷിക്കുമ്പോൾ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ എന്ന് പറയാൻ ഇന്ന് പകൽക്കാലം കിടയായിട്ടുണ്ട്. ദൈവം നിയോഗങ്ങൾക്ക് എന്തിനാണെന്നറിയാമോ? ചിലരെ രക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവ് നിയോഗങ്ങൾ കൈമാറത്തുള്ളൂ. ദോഷിക്കുന്നവർക്ക് ദൈവം നിയോഗങ്ങൾ കൈമാറത്തുള്ളൂ. സ്തോത്രം. ദൈവ സാന്നിധ്യത്തിനകത്തോണ്ടിരുന്നിട്ട് നിയോഗങ്ങൾ ഏറ്റുവാങ്ങി 6 ദിവസം ദൈവപീഠത്തിൽ ഇരുന്ന് 7-ാമത്തെ ദിവസം നാളെ ആരാധന കഴിയുമ്പോൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് സ്തോത്രം എല്ലാം വീട്ടിൽ പോകുന്നവരായിട്ടല്ല, ചില നിയോഗങ്ങൾ ഏറ്റുവാങ്ങണം. പ്രാർത്ഥനയുടെ ചില നിയോഗങ്ങൾ, സ്തോത്രം, ദൈവ സാന്നിധ്യത്തിന്റെ ദൈവം നൽകുന്ന ചില നിയോഗങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കുടുംബാന്തരീക്ഷത്തിൽ ചില ദൈവിക വിടുതലുകൾ വെളിപ്പെടും. ദൈവസഭയ്ക്കകത്ത് ചില വിടുതലുകൾ വെളിപ്പെടും. ഈ ദേശത്തിനകത്ത് ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും. വിശ്വസിക്കുന്നുണ്ട്. വ്യത്യസ്തരായ ആത്മാവിന്റെ ഭവന നിയോഗങ്ങൾ കൈമാറുന്നത് ഇന്ന് ഭവന നിയോഗങ്ങൾ പരിശുദ്ധാത്മാവ് കൈമാറും. സ്തോത്രം. ഹല്ലേലൂയ. സദൈവ ശമാരി ഭാഷ. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ നിന്റെ കൂടെ. അമാലിക്കരും മിദ്യാന്യരും കിഴക്കേ ദേശക്കാരും നിനക്ക് വിരോധമായി വന്നാൽ നീ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്റെ കൂടെ. പ്രാർത്ഥിക്കുന്നവർ ഒന്നിനെ പേടിക്കണ്ട. വ്യത്യസ്തരായിട്ട് നിൽക്കുന്നവർ ഈ ലോകത്ത് ഒന്നിനെ പേടിക്കണ്ട. ഞാൻ ഈ പലപ്പോഴും വിചാരിക്കുന്നത് വിശാലമുള്ള വഴി ദൈവത്തിലുണ്ടാകുന്ന എന്നെ രക്ഷപ്പെടുന്നത്. ഒരിക്കലും ഞാൻ നമ്മളോട് വിളിക്കില്ല. ഒരു ദുരാത്മാവ് ഇളകിയപ്പോൾ ഒരാഴ്ച 2 മക്കളെ വിളിച്ചു ഒറ്റ പോക്ക്. ഈ സാധനം ഇളകിയപ്പോൾ വളരെ പേടിച്ചു. അപ്പൊ ഈ പേടി ദൈവത്തെ ഉണ്ടാകുന്നില്ല. നമുക്കെന്താ ഏറ്റവും കൂടുതൽ പേടി നോക്കാം? ഞാൻ നിന്റെ കൂടെ സ്തോത്രം. നീ പേടിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് പേടിയുണ്ടായിരുന്നു. അത് നമുക്ക് മുമ്പോട്ട് വായിച്ച് പറയാം. അത് ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ഗതികളോട് ആദ്യം പറഞ്ഞ കാര്യം, നീ പേടിക്കണ്ട. നീ പേടിക്കണ്ട. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാനുള്ള ഒരു ആലോചന. നീ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഒരു വൈശാഖിക മേഖല നിന്നെ തൊടാൻ പറ്റിയത് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നവന്, ഉപവസിക്കുന്നവന്, ആരാധിക്കുന്നവന് ഈ ലോകത്തിൽ ഒരു ശക്തിയിലും പേടിക്കേണ്ട കാര്യമില്ല. അവനെ കാണുമ്പോൾ തന്നെ പൈശാചിക മേഖലകൾ ഭയപ്പെടും. ഇരുട്ടിന്റെ ആയുധങ്ങൾ ഭയപ്പെടും. ഹല്ലേലൂയ. പ്രൈസ്.
പ്രാർത്ഥിക്കുന്നവരുടെ ശക്തി, ഉപവസിക്കുന്നവരുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥിക്കുന്നവരുടെ കടലും ഉദാഹരണം നോക്കുക, തീയാണെന്ന് പറയും. ഒരു സാധാരണ ജീവനായിരിക്കും. 4ാം ക്ലാസ് പുസ്തകം കാണത്തുള്ളൂ. നമ്മുടെ നാടൻ ഭാഷ 4ാം ക്ലാസ് പുസ്തകം കാണത്തുള്ളൂ. പക്ഷെ ആ കടലത്ത് പോകുമ്പോൾ ദുരാത്മ ശക്തി മനുഷ്യനോ ഇതിനകത്ത് ശക്തിയുണ്ട്. ഭാഷമാർമ്മിൽ മാത്രമല്ല വന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരിൽ അധികാരമുണ്ട്, ഉപവസിക്കുന്നവരിൽ അധികാരമുണ്ട്. തിരിച്ചറിയണം. ഞാൻ കാലുകുത്തുമ്പോൾ എന്റെ ഭവനത്തിനകത്ത് കാലുകുത്തുമ്പോൾ എന്റെ കുടുംബത്തിനകത്ത് ആധിപത്യങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. തൊടുവാൻ ലോകത്തിൽ ഒരു ശക്തികൾക്ക് കഴിയത്തില്ല. കാരണം എന്റെ മേൽ വ്യാപരിക്കുന്ന അസാധാരണ ദൈവിക നിയോഗമുണ്ട്, വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. തിരിച്ചറിയുന്നുണ്ട്. Hallelujah. നമ്മുടെ ഇടയിലുള്ള പ്രശ്നം പറഞ്ഞാൽ ഞാൻ അവരോട് പറയാറുണ്ട്. നമുക്ക് ഈ ഞങ്ങളുടെ നാട്ടിൽ കൊട്ടാരക്കരയിലെ റാന്നിന്ന് പറയുന്നത്, റാന്നിന്ന് കോഴഞ്ചേരി ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാര് മറ്റുള്ളവരുടെ ഈ മഷിയിട്ട് നോക്കുന്ന പരിപാടിയാണ്. എന്താ ഈ പ്രശ്നം? നമ്മളാണ് നോക്കുന്നത്. പ്രവാചകൻ ഞാൻ പ്രവചനത്തിൽ നിന്ന് തരുന്നതാണ്. പ്രവചനത്തെ വിശ്വസിക്കുകയും പ്രവചനത്തെ അംഗീകരിക്കുകയും ദൈവാത്മാവിന്റെ നിയോഗത്തിനനുസരിച്ച് പറയാൻ ചെയ്യും. പക്ഷേ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ മേലൊരു ദൈവക്കൂടെയുണ്ട്, നമ്മുടെ മേലെ ദൈവശക്തിയുണ്ട്. ഒരു പൈശാചിക ശക്തികൾക്ക് മേലെ തൊടാൻ കഴിയില്ല. നാളെ നമുക്ക് ആശങ്കപ്പെടുന്ന ഒരു ആവശ്യമില്ല. 135 സുഖത്തിനകത്ത് 130 ആളുകൾ നിയമിക്കപ്പെട്ട നാളുകളിൽ ഞാനൊന്നും ഇല്ലാത്തപ്പോഴും അതെല്ലാം നിന്റെ പുസ്തകത്തിനകത്ത് എന്നെ കുറിച്ച് തമ്മിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എന്തായിത്തീരണം, ഞാൻ ഇവിടെ ശുശ്രൂഷിക്കണം എന്നൊക്കെ പരിശുദ്ധാത്മ ഉന്നതത്തിനകത്ത് ഒട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനെ പറയണം. ഒരു യാഥാർത്ഥ്യം പറഞ്ഞു പോകുന്നത് എന്റെ കൂടെ ദൈവമുണ്ടെന്ന്. നീ മാറി നിൽക്കുന്നതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കൂടെ വേണ്ട, പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ദൈവം നിയോഗത്തിന് ആദ്യം നടന്ന കാര്യമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇതുണ്ടെങ്കിൽ നമുക്കെന്നാ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ വലുതാകുന്നേ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ പേടിക്കുന്നേ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഈ രക്തസ്രാവക്കാരിന്റെ സ്ത്രീയുടെ കൂട്ടത്തില് ഒരുപാട് പേരുണ്ടായിരുന്നു. എല്ലാവരും തിക്കിയും തിരക്കിയൊക്കെ ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്. അങ്ങനെയുള്ളവരെയല്ല കർത്താവിന് ആവശ്യം. ഇതിനകത്ത് വന്നിരുന്നിട്ട് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവിനെ തൊടുന്ന ചിലരെ ഇസ്രായേലിൽ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നന്മകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മാറി നിൽക്കുന്ന ഒരു ഹൃദയോടെ പരിശുദ്ധാത്മാവ് നോക്കിയിട്ട് പറയുന്ന ഒരു നിയോഗം ഞാൻ നിനക്ക് തരികയാണ്. നിന്നെ കൊണ്ട് ഞാൻ ചിലതിനെ പുറത്തു കൊണ്ടുവരും. പ്രാർത്ഥിക്കുന്ന ചിലരെ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലർ ജയിക്കും. വീട്ടിനകത്തിരുന്ന യായാനെ കൊണ്ട് ഒരു സമൂഹത്തിന്റെ മുഴുവൻ സ്വസ്ഥത കണ്ടെത്തിയ ഒരു ശക്തിയെ പിടിച്ചുകൊണ്ട് തകർക്കാൻ പറ്റിയിട്ട് ഇവർ വീട്ടിനകത്തിരുന്ന് യായാനെ കൊണ്ട് ആ ജനത്തിന്റെ സ്വസ്ഥത കണ്ടെത്തിയ ശക്തിയെ പിടിച്ചുകൊണ്ടാൻ പറ്റിയിട്ട് ഇത് പല വിശ്വസിക്കാൻ ഭവനത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആലോചനകൾ നിന്റെ തലമുറയ്ക്ക് വിരോധമായി, കുടുംബത്തിന് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി ഉണ്ടാക്കുന്ന പ്രാർത്ഥനകളെ പൊളിക്കുവാൻ കഴിയുമെന്ന് ആ വേദന
യാവേ സമയത്തിന്റെ ഒരു പോകുന്നത് ഞാൻ പെട്ടെന്ന് ഓടിച്ചു. ഒന്നിരിക്കും സർക്കംസ്റ്റാൻസസ് ചുറ്റുപാട്, ദാരിദ്ര്യത്തിന്റെ പീഡനത്തിന്റെ ക്ഷീണിച്ചു പോയ ക്ഷയിച്ചു പോയ ഒരു കാലഘട്ടം. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി വീട്ടിൽ ആ കാലഘട്ടത്തിനിടയിൽ മാറി നിന്ന ഗിദിയോൻ ഒരു നിയോഗതയെ കൊടുത്തു. ഗിദിയോൻസ് കമ്മീഷൻ, രണ്ടാമത്തെ ഗിദിയോൻസ് കമ്മീഷനാണ് ഒരു നിയോഗതയെ കൊടുത്തു. ഞാൻ നിന്റെ കൂടെ. ഗിദിയോൻ ഒരു നിയോഗം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗിദിയോന് ഒരു സംശയമില്ല. ഗിദിയോൻസ് കൺഫ്യൂഷനാണ് മൂന്നാമത്തെ. ഗിദിയോൻസ് കൺഫ്യൂഷൻ ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഈ രീതിയിൽ പറയുന്നത്. ഗിദിയോൻസ് കൺഫ്യൂഷൻ, ഗിദിയോൻ ഒരു സംശയം, ഒരു സംശയമാണ്. അടുത്ത വാക്യത്തെ വായിച്ചു, 14 വാക്യം വായിച്ചു. ഗിദിയോനോട് അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത്. അടുത്തത് യഹോവ നമ്മെ രണ്ട് ചോദ്യം. ഇതിനാണ് സംശയം. ദൈവം ഞങ്ങൾ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. കർത്താവിനെ നിയോഗം തന്നത് പറഞ്ഞ് ഞാൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ട് സംശയം ചോദിക്കുകയാണ്. ഇതിന്റെ സംശയത്തിനകത്തുള്ള രണ്ട് ചോദ്യമാണ്. He questions God's presence and he questions God's performance. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയാണ്? ദൈവത്തിന്റെ അത്ഭുതം ഇതേ ചോദിക്കാം. നീ ഞങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യം എവിടെയാണ്? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി വെളിപ്പെട്ടുള്ള ദൈവിക അത്ഭുതങ്ങൾ എവിടെയാണ്? ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ചോദ്യം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ചോദ്യം. നമ്മളെ മറ്റുള്ളവരെ കുറ്റം പറയുകയും ചെയ്യും. അവിടെ നടക്കുന്നു എന്തോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിക്കുന്ന കാര്യം ചോദ്യക്കാർ പറയും ഇന്നും കർത്താവ് രക്ഷിപ്പാൻ കഴിയാതെ വന്നവരുടെ കരം നൽകിയിട്ടില്ല. സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ ചെറുപ്പം ഹല്ലേലൂയ. എന്റെ സമയത്ത് രണ്ട് പ്രിയപ്പെട്ടവർക്ക് ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് രണ്ട് സഹോദരിമാർക്ക് 2 സ്കാനിങ്ങുകൾ ഒരു ക്യാൻസർ ലക്ഷണം പോലെ കാണിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2 കുടുംബവും ഒരു ബന്ധാപകരമാകുന്ന ജീവിത സാഹചര്യത്തിലുള്ളതുകൊണ്ടാണ് ദൈവസഭയാക്കി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. 2 പേരുടെ ടെസ്റ്റുകൾ ഒരു കുഴപ്പമില്ല. അത് നിന്ന് പോയിട്ടില്ല. ഗിദിയോൻ ചോദിക്കുകയാണ്, കർത്താവ് ഇതൊക്കെ ഞങ്ങൾക്ക് എത്തോടെ ഭാവിക്കുന്നത്. ആ സാന്നിധ്യം എവിടെയാണ്? ആ സാന്നിധ്യം എവിടെയാണ്? ആ അത്ഭുതം എവിടെയാണ്? ഈ 6ാമത്തെ പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ഗിദിയോനുണ്ടായ ചോദ്യം നമുക്കും ഉണ്ടാകാം. ഇന്ന് പരമാർത്ഥമായിട്ട് ചോദിക്കുന്നുണ്ട്. ഗിദിയോനെ ഓർമ്മിപ്പിക്കാൻ 4ാമത്തെ കാര്യം ഗിദിയോൻസ് കൺഫർമേഷനാണ്. ഗിദിയോനെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. ഒരു അത്ഭുതക്കാരൻ 3 അത്ഭുതങ്ങളെ ഗിദിയോന് വേണ്ടി ദൈവം ചെയ്തു. ഇന്ന് പല ദൈവമാതൃകയിലിരിക്കുന്ന ദൈവമക്കളെ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാം. വിശ്വസ്തനായ ദൈവസാന്നിധ്യം ഇന്ന് സഭകളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. വീഡിയോയുടെ സർട്ടിഫിക്കറ്റ്, എപ്പോഴും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. സാധനം കൈ വെച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നും നമ്മുടെ അപ്പച്ചന്മാര്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 10ാം ക്ലാസ് പുസ്തകമുള്ളവർക്ക് വളരെ ചുരുക്കമാണ്. നമ്മുടെ സഭകൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറയും, നേരത്തെ എപ്പോഴും പറയാറുണ്ട്, കളിശാപ്പാണെന്ന് വെച്ചാൽ കളിശാപ്പാണോ? അതുമല്ല. നമ്മുടെയൊക്കെ സഭകൾ പണ്ടത്തെ അത്രയല്ല, പണ്ടത്തെ സഭകൾ നമ്മുടെ ചർച്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ കുട്ടാരിയുടെ ഭാഗവും ആ ഭാഗങ്ങളിലുള്ള ചർച്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ കട അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏതെങ്കിലുമൊക്കെ വീടുകൾ. അത് കണ്ടു കഴിഞ്ഞാൽ ചർച്ച ആണെന്നോ പറയത്തില്ല.
പക്ഷെ അവിടുന്ന് രക്ഷിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വിടുതലുണ്ടായിരുന്നു. ആമേൻ. അവിടെ ഇറങ്ങി വന്നൊരു ദൈവമഹത്വം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ ഉണ്ടായ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. പ്രൈസ്. ഇന്ന് പകൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങൾ എവിടെയാണ്? പ്രൈസ്. സ്തോത്രം, സ്തോത്രം. ചോദിക്കാൻ പറ്റിയോ? കർത്താവേ, ആസ്മാക്കെല്ലാം തികച്ചും പേടിയും ഹൃദയവും ഇതെല്ലാം നമുക്കെല്ലാം ഇന്ന് ആരാധിക്കാനായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള തത്വത്തെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാലഘട്ടത്തിനനുസരിച്ച് ദൈവസഭകൾക്ക് ദൈവം നല്ല മാന്യത നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സകലമായി സ്തോത്രം. പറയുന്നത് ചർച്ചയ്ക്ക് ഏറ്റവും മനോഹരമായ ബ്യൂട്ടിഫുള്ളായി ഈ സഭകളോടുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിനകത്ത് അങ്ങനെ കിട്ടുന്ന ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഈ പ്രാർത്ഥനയിൽ ഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചോദിച്ചതുപോലെ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. സാന്നിധ്യം ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ഈ തലമുറയ്ക്ക് കൈമാറാൻ എന്താ ഉള്ളത്? ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ പറഞ്ഞവർക്ക് അവരുടെ ജീവിതത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില ദൈവ പ്രവൃത്തിയുടെ ഫലങ്ങൾ അവർ അനുഭവിക്കാത്ത നിലയിൽ, അവർ കാണാത്ത നിലയിൽ, ഞങ്ങൾ അടുത്തൊരു തലമുറയ്ക്ക് വെളിപ്പെടുത്താത്ത നിലയിൽ ചില അത്ഭുതങ്ങൾ. ആമേൻ. വബാസ്. കർത്താവേ, സ്തുതി. ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം എന്റെ തലമുറ അനുഭവിക്കണം. ഇന്ന് പലത്തുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ സഭയ്ക്കകത്തൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടണമെന്ന്. ഇതിനൊക്കെ തങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ ആ സാന്നിധ്യത്തിന്റെ മഹത്വം എവിടെയാണ്? ആ അത്ഭുതങ്ങൾ എവിടെയാണ്? ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. സബലാരി ബലാജി ബല. ആമേ സുബേരേ. ആമേ സുബേരേ സുബേരേ. ഓ ബൽഖാരി ബലെ. ആദിലേ ആദിലേ. പ്രൈസ് സബല ശികബേ. അബ്സാരബേ അബ്സാരബേ. ആമേ ലബേ ആമേ ലബേ. അശേലബേ അശേലബേ. ജുഗലാജി ബലാജി ഗലേ സുബേരേ. Abari bari basine be, Abel Abashay, Abel Abashay, Abel Abashay. Ye laga sikaderi bere, sikaderi bere, sikaderi bere. Abe shube, hay bere, hay sare, hay bere, hay shibere. Maudare basamere, oh Baba samana. Lave sudikna pa jigala sim. Hallelujah. നമ്മുടെ സാമ്പത്തിക സാധാരണ ദൈവ സാന്നിധ്യമാണ്. സ്തോത്രം, സ്തോത്രം, ആ സാന്നിധ്യം ഇതിനകത്ത് കയറുന്നവർ അനുഭവിക്കണം. ഞാൻ എന്റെ ചർച്ച പറയാനുള്ള കാര്യമുണ്ട്. നമ്മുടെ കോമ്പൗണ്ടിൽ കാല് വെക്കുമ്പോൾ തകർന്നിരിക്കുന്നവർ കയറുമ്പോൾ വളരെ സാധാരണ ദൈവിക വിടുതൽ. ഈ ആലയം കാല് വെച്ച് ഇതിനകത്തോട്ട് കയറുമ്പോൾ എത്ര തകർന്നിരിക്കുന്നവർ ഒരു ഫീലിംഗ് ഉണ്ടാകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചോദിച്ചതുപോലെ ചോദിക്കുന്ന എവിടെയാണ് പ്രസൻസ്, എവിടെയാണ് അത്ഭുതം? ഇന്നലത്തെ അത്ഭുതങ്ങളെ കണ്ടിട്ട് നമ്മളായിരിക്കുന്നത്. ഇന്നലെ ദൈവ സാന്നിധ്യം അനുഭവിച്ചപ്പോഴവരെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആ മഹത്വം ഇറങ്ങണമെന്ന് ഒരു വചനം കേട്ടിട്ട് ഇറങ്ങിപ്പോകരുത്. ഞാൻ വചനത്തിൽ നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിലേക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയുള്ളവനേ, ഓ കൃപ കൃപ കൃപ. ഹല്ലേലൂയ. കൃപ കൃപ കൃപ. കരുണ
Abe ambe vase ambe. Vaishe bale vaya. Vaishe bale vaya. Apari balamse. Vaybe lamshamala. Naradinari bambele. Vaybe kamashi kamele. Adara digara dibale samale. Vamena sambele. Ya giradi samay. Ya giradi samay. Ya giradi samay. Kavrebe kavrebe. Kavrebe samele. Hallelujah. Jibalam sambele. Vayjabe vayshabe matara. Vande shikabela bala bala shiba. Ade vala ishe vala. Ade vala amshe vala. He girasi kare. He girasi kare. Vayse vala vashiba. Antarura vala vashibale. Vay bela bila 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 bila. Bela bela bila sikalabe. Bela bela bila sikalabe. Ara bila vashabe. Hamare bala be sabale. Lo 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 shiba. Ora vashika bali bale sike. Amshe bala. Shade bala be. Ade nabe ade nabe. Ade nabe ade nabe. Ade nabe ase bale. Ora vashika bela bale. Adore adore adore. Adore adore adore. Sunday bale Sunday bale. Sunday bale Sunday bale. Sunday bale Sunday bale. Sunday bale Sunday bale. Abale abale abale. Lo kibale shikabe. Vaise lamshe bale. Kadibe lamshe bale. Kabudale kabudale. Kabudale. Namashimele namashimele. Jolo ballo. Sabe rabana shimali bale. Hadari sabe. Hadari sabe. Hadari sabe. Avşamaram bana başladı. Pilave kanla samda kamşaman. Şirali samdi başım. ഇതേപോലൊരു സംശയം Hallelujah. ദൈവം ഞങ്ങളോട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതം എന്തെങ്കിലും സാധിക്കും. എനിക്ക് പറഞ്ഞ കാര്യമുണ്ട്. അടുത്തൊരു ജനറേഷൻ നമുക്ക് കൊടുക്കാനുള്ളത്, എന്റെ കുടുംബത്തിൽ എന്റെ തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം മാന്യമായിട്ട് കൊടുക്കണം. അവർക്ക് ഭൗതികമായ എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം Praise the Lord. Sotram. Sotram. എന്റെ തലമുറ അനുഭവിക്കണം. Hallelujah. ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തെ തലമുറ അനുഭവിക്കണം. അല്ലെങ്കിൽ നമ്മുടെ തലമുറ പോകും. ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതം മറക്ക് Sotram. എത്ര കാണാം. എത്ര ആഗ്രഹിക്കുന്നുണ്ട്. Hallelujah. പ്രാർത്ഥിക്കുന്നുണ്ട്. Praise. UK ആണെങ്കിലും എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് Sotram. അതല്ല വിഷയം. Amen. എന്റെ കുഞ്ഞിന് ആവശ്യം ദൈവ സാന്നിധ്യം. Hallelujah. എന്റെ കുഞ്ഞിന് കാണേണ്ടത് ദൈവികം. Glory be Sagabarasha. അവരുടെ പ്രതിസന്ധി അവരെ നിലനിർത്തുന്ന ദൈവ സാന്നിധ്യം അവർ അനുഭവിക്കണം. Praise the Lord. അവരെ കണ്ടിട്ട് അത്ഭുതങ്ങളെ കാണണം. Sambere Sabalashike. ഇതൊക്കെ ഞങ്ങളുടെ അപ്പമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. Sotram. Sotram. ഞങ്ങൾക്ക് കാണാൻ പറ്റാത്ത Shagabash. വേദനയോടെ ഞാൻ പറഞ്ഞത് സൂക്ഷിക്കുന്നത്. ഒരു പാസ്റ്റർ എന്ന നിലയിൽ, ഒരു സമാജ സൂക്ഷകൻ എന്ന നിലയിൽ ഒത്തിരി പ്രസംഗങ്ങൾ പ്രസംഗിക്കാറുണ്ട്. 150 പ്രസംഗത്തിനോ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട്. ഡയറികൾ പ്രസംഗത്തിന് ഒരുപാട് ഇരിപ്പുണ്ട്. ഏതെങ്കിലുമൊക്കെ പ്രസംഗം പ്രസംഗിക്കാം. പക്ഷെ കർത്താവിനെ തന്ന നിയോഗം Sotram. 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 കോഴഞ്ചേരി സഭയിൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്നതാണ്. എന്നെ വിളിക്കോ വിളിക്കാതിരിക്കോ ഒന്നും എനിക്ക് വിളിക്കില്ല. പക്ഷെ എനിക്ക് തന്ന നിയോഗം ഞാൻ കൈമാറുന്നത്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന. Hallelujah. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പോൾ Adalajas. കുടുംബത്തിലുള്ള സാന്നിധ്യമാണ്. Praise. Abe Sabane Ramashikebe. Amma Bilave Bilave. No Givana Shabe. Audare Audare Audare. Hase Bile. Hase Bile. Hase Bile. Audava Shikabanaba. Adunaba Ribanaba Shikaba. Sandaraba Sambara.
Paikabes. Bilaba Sandara Ulavo, Shibalava Shaka. മറ്റാരും ചോദിക്കാത്ത ചോദ്യം ഇവരോ ചോദിച്ചത്. മാറി നിൽക്കുന്നവരെ ആ ചോദ്യം ചോദിക്കാൻ പറ്റും. വെളിച്ചത്തിലാണ് നിൽക്കുന്നവരെ ദൈവത്തോട് ചോദിക്കാൻ പറ്റും. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ നമുക്ക് സാന്നിധ്യത്തോട് സാന്നിധ്യമാക്കി ചോദിക്കാൻ കഴിയും. ഒന്ന് ഗിവിങ് സർക്കംസ്റ്റാൻസസ്, അതിന്റെ ചുറ്റുപാട് മാറി നിൽക്കുന്ന അസാധ്യങ്ങളുടെ മധ്യത്തിൽ മാറി നിൽക്കുന്ന ഗിരിയോന് വേണ്ടി ഒരു ദൈവിക നിയോഗം, വാട്സ് കമ്മീഷൻ നിയോഗം കൈമാറിയെങ്കിലും ഗിരിയോന്റെ ഉള്ളിൽ ഒരു ചോദ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നലകളുടെ സാന്നിധ്യവും ഇന്നലകളുടെ ആ ദൈവിക വിടുതലുകളും അനുഭവിക്കാൻ പറ്റുന്നില്ല. നാലാമത്തെ ഗിരിയോസ് കൺഫർമേഷനാണ്. ഗിരിയോനെ ദൈവം ഓർമ്മിക്കുക. 3 അത്ഭുതങ്ങൾ ഗിരിയോന് വേണ്ടി ദൈവം ചെയ്തു. ഗിരിയോനെ ഓർമ്മിക്കാൻ, ഗിരിയോനെ ഓർമ്മിക്കാൻ എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്നലെ ദൈവം നമ്മളെ ഓർമ്മിപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്ത് ഓർമ്മിച്ചവരാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ വർദ്ധിക്കുന്നതാണ്. നമ്മുടെ മുമ്പിലുള്ള ജനറേഷന് ആ അത്ഭുതം കാണത്തക്ക നിലയിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കും. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. Hallelujah. Stotram, stotram. ഞാനത് വിശ്വസിക്കുന്നു. Praise the Lord. Hallelujah. Amen. Hallelujah. Holy man, somebody. Rambe, 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 rambe. Holy game, sagame. Adapang chaywan. Vishwasane. Amen. Aidari sabha. Habbe ragashika. Hallelujah. Jivara shande. Shadamas. ദൈവം ഉറപ്പിച്ചത് 2 തരത്തിലാണ്. ദൈവം ഗിരിയോനെ ഉറപ്പിച്ച 2 തരത്തിലാണ്. ദൈവം ഗിരിയോനെ ഉറപ്പിച്ച 2 തരത്തിലാണ്. ഒന്ന്, ഒരത്ഭുതം ചെയ്തു. 2, ഗിരിയോനോട് ഒരു വാഗ്ദത്തം കൊടുത്ത. നിയോഗം കൊടുത്തപ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്തു. ഗിരിയോനെ ഉറപ്പിക്കാനൊക്കെ ഒരു വാഗ്ദത്തം കൊടുത്തു. അതിന്റെ 22ാമത്തെ വാക്യം മുതൽ വായിച്ചു. അയ്യോ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ നേരിട്ട് കണ്ടുവല്ലോ എന്ന് പറഞ്ഞെടുത്തത്. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കില്ല എന്ന് അരുളി ചെയ്തു. ഗിദിയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അവന് അതിന് യഹോവ ശലോം എന്ന പേരിട്ടു. ഗിദിയോനെ ഓർപ്പിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ഒരത്ഭുതം ചെയ്ത. 2, ഗിദിയോനെ ഓർപ്പിക്കുന്ന ഒരു വാഗ്ദത്തം കൊടുത്ത. ഗിദിയോനോട് പറയുകയാണ്, നിനക്ക് സമാധാനം, സമാധാനം, സമാധാനം. മാറി നിൽക്കുന്ന നിനക്ക് സമാധാനം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കുന്ന നിനക്ക് സമാധാനം. അപ്പോ ഗിദിയോൻ എന്തോ ഇല്ലായിരുന്നു, സമാധാനം. കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ ഒരു സമാധാനത്തിന്റെ അസമാധാനത്തിന്റെ അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാഗ്ദത്തം ആദ്യം കൊടുത്തു, നിനക്ക് സമാധാനം. മാറി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് ദൈവ സമാധാനം തരും. 2ാമത്, നീ ഭയപ്പെടേണ്ട. ഗിദിയോനുള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. അതിന് മിദ്യാന്യരെ ഭയപ്പെട്ട മാറി നിന്ന് കാര്യങ്ങൾ ചെയ്തതെങ്കിലും ഉള്ളിൽ അവനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയം ഉണ്ടായിരുന്നു. 3ാമത് പറയുന്ന കാര്യം, നീ മരിക്കത്തില്ല. ഒരു മരണഭയവും ഗിദിയോനെ ഉറപ്പിച്ച വാഗ്ദത്തത്തിനകത്ത് 3 കാര്യങ്ങളുണ്ട്. നിനക്ക് സമാധാനം ഉണ്ടാകും, നീ ഭയപ്പെടേണ്ട, നീ മരിക്കത്തില്ല. ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് ദൈവം തന്ന നിയോഗം ഞാൻ എൻ്റെ പകൽ കൈമാറിയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്ന കാര്യം, നിനക്ക് സമാധാനം. വെറുതെ പ്രസംഗിക്കുക, 6ാമത്തെ ദിവസത്തെങ്കിലൊക്കെ ഒന്ന് പ്രസംഗിച്ചിട്ട് പാടില്ല. ഞാൻ പറഞ്ഞൊരു ഏകൻസിന്റെ പുറത്ത് പരിശുദ്ധാത്മാവ് ഈ ഭാഗം തന്നതുകൊണ്ടാണ് പറയുന്നത്, നിനക്ക് സമാധാനം. ജീവിതത്തിന്റെ മേഖലകളിൽ അസമാധാനത്തിന്റെ അനുഭവം കൊണ്ടിട്ട്
ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഭയം ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ജീവിതത്തിൽ മരണഭയം പോലും നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പകലിനകത്ത് ഇറങ്ങി വന്ന് പറയുന്നു യഹോവ ശലോം, ഹല്ലേലൂയ, ശലോം, ഹല്ലേലൂയ. Praise the Lord, shalom. Hallelujah, shalom, shalom. Oh, സമാധാനദായകനേ, ആമേ, ആമേ, അസേ, സകബേ. Praise the Lord. ആമേ, ബലാ, ശബലാ, ദിബരേ, സബരേ. Oh, സികാബേരേ, ശബേ. ലാഹേ, 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 ലാഹേ. യഹോവ ശലോം, ദിബരേ, ദിബരേ. അസേ, ബലാ, ബാബാരേ. ശകലേ, ബലലേ, ശകബേ, രബലേ. ഓ ബിലാദര, സംദരേ, അബിലബേ. വിദേബലേ, വസേബലേ. സമാധാനദായകനേ. ഓ സമാധാനം, ഹല്ലേലൂയ. ആദിയബേ, ആദിയബേ. വാദിയസേ. വായ്ബല, ശകബേ. വേഗബാരി, മാശബേ. ദരാത്തെ സമാധേ, രബാരേ. ഹല്ലേലൂയ. ദേവാ, ദേവാ, സംദേ, ഖബ്ദേ, ബൽദേ. ഹല്ലേലൂയ. ദിബേ, ലബേ, ലബേ. ആദേ, ബലേ, അസേ, ബലേ, അസേ. ആബിലേ, 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 ആബിലേ. അസേ, ബലോ. അസേ, ബലോ. വസേ, ബലേ. അതാരേ, വസേ, ബലവേ, ബലവേ. വേ, ബലവേ, ബലവേ, സബലേ. യഹോവ ശലോം, യഹോവ ശലോം, ആയവനേ. സമാധാനം, ആരോഗ്യമേ. ആദേ, കസേ, ബിലവേ, ശക്കേ. അഗാദിരാ, ദിരാ, ദിരാ. ആബേ, ബലേ, സബേ. ആബേ, ബലേ, ശബേ. ദിരാ, ബലേ, ദിരാ, ബലേ. ദോടാ, ബെല്ലാ, ദോടാ, ബെല്ലാ, ദോടാ. അസ്തേ, വഹുലവ. ആയിബാലേ, അസേ, ബലേ, അസേ, ബലേ, അസേ, ബലേ. അസേ, ബലേ. ജീവിതത്തിലെ ഭയങ്ങൾ, അകാരണമായി ഉണ്ടാകുന്ന ചില ഭയങ്ങൾ, ചില ഭീതികൾ, ജീവിതത്തിന്റെ ചില മേഖലകളിൽ നിൽക്കുന്ന അസമാധാനത്തിന്റെ ചില അനുഭവങ്ങൾ എനിക്കുള്ള വചന വെളിപ്പാടിൽ നിന്ന് പല ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഇന്ന് പല ഏറ്റെടുക്കുമ്പോൾ തന്നെ ചില ദൈവിക പ്രവർത്തികൾ, സമാധാനത്തിന്റെ ചില അനുഭവങ്ങൾ, ശലമായ ദൈവ സാന്നിധ്യം കുടുംബാന്തരീക്ഷത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത്, ദൈവ സഭയ്ക്കകത്ത്. Praise the Lord, praise the Lord, hallelujah. ജീവിതത്തിലെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞത്, ജീവിതത്തിൽ വേണ്ട സമാധാനം അനുഭവിക്കാൻ കഴിയാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ഭാഗത്തോട്ട് പ്രവർത്തിക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുഭേ, ശാലോമായി വരേ, ശാലോമായി വരേ, ശാലോമായി വരേ. അസേ, വലോലോ. നന്ദി രാജാവേ, നന്ദി പിതാവേ, പരിശുദ്ധനേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, നന്ദി അപ്പാ. ആമേ, സവേ, ആമേ. Praise. Shalom. Shalom. ലൈഫിൽ നോക്കി പറയണം ഷലോം. സമാധാനത്തിന്റെ ദൈവം സ്തോത്രം, സ്തോത്രം. ജനിക്കുന്ന ശക്തിയോടുണ്ടെങ്കിൽ സമാധാനം. ഹല്ലേലൂയ. എനിക്ക് വിരോധമായിട്ട് ശത്രുശക്തി ഏതൊക്കെ വന്നാലും എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ദൈവസ്ഥാനം എന്റെ ആരോഗ്യം പരിശുദ്ധാത്മാവ് ഈ മരണത്തിൽ കൂടെ ഇടപെടാൻ
ജീവിത സാഹചര്യങ്ങൾ ഇതിനോടെ ഉറപ്പിച്ച പരിശുദ്ധാത്മ കൊടുത്തത് അത്ഭുതങ്ങൾ കാണിക്കുക മാത്രമല്ല, അവരുടെ പ്രോമിസോ നീ മരിക്കുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കാണാതെ, നിന്റെ കൂടെ ചില സംഭവിക്കാതെ, നീ ചിലത് ചെയ്യാതെ നീ മരിക്കുക. പറഞ്ഞ വചനത്തിൽ വെളിപ്പാട് പറയുമ്പോൾ നീ മരിക്കുക, നിനക്ക് സമാധാനം. ഈ കിട്ടിയപ്പോൾ ദൈവസന്നിധിയിൽ ചെയ്ത 2 കാര്യങ്ങൾ കൂടെ പറയണം താല്പര്യം സമയം കൂടുമ്പോൾ ഓടിച്ച് ഞാൻ വിടാം. അതിൽ 15-ാമത്തെ വാക്യത്തിൽ ഇതിനോട് സമർപ്പണമാണ്. 15-ാമത്തെ വാക്യത്തിൽ അതിനോട് കർത്താവേ, ഞാൻ ഇസ്രായേലിനെ രക്ഷിക്കും. മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയതും. ഗിരിയോനെ ഉപയോഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗിരിയോടെ സമർപ്പണമാണ്. ഞാൻ ഒന്നുമില്ല കർത്താവേ. 2 അത് 27-ാമത്തെ വാക്യമാണ്. അതിൻ്റെ 27-ന്റെ 2-ാമത്തെ ഭാഗം, യഹോവ തന്നോട് കൽപ്പിച്ചത് പോലെ ചെയ്തു. കൽപ്പിച്ചതുപോലെ സ്തോത്രം സ്തോത്രം. ദൈവപ്രവൃത്തിക്ക് 2 കാര്യങ്ങളുണ്ട്. 1 താഴ്ച കൊടുക്കുക, 2 കർത്താവ് പറയുന്ന അനുസരിക്കുക. 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇത് പറയാണ്, എൻ്റെ കുടുംബം എല്ലാവരിലും ചെറിയ, എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, എന്നെ കൊണ്ടൊന്നിനും പ്രാപ്തിയില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മോശവാദിനെ വിഘനാണ് തടിച്ച മോശവാദിനെയാണ് ഇതിനെ ഉപയോഗിക്കാനുള്ളത്. എല്ലാവരും മാറ്റി നിർത്തിയ ദാവീദിന് പറയാൻ ഒരു കാര്യമുണ്ട്. എനിക്ക് എല്ലാവരും തള്ളപ്പെട്ടവരാണ്. ദാവീദിനെ എന്നെയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ. അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുമ്പോൾ 38 ആണ്ടുകളെ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞ കാര്യമുണ്ട്. കർത്താവോട് ചോദിക്കുന്ന സൗഖ്യമാണ് ആവശ്യമുള്ളത്. കർത്താവോട് അവർ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. എന്റെ പകലൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ, കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാൻ കഴിയും. എന്റെ സമയം അവസാനിച്ചത് എനിക്കറിയാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവസേന ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇന്ന് പകലിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത് നിന്നെ ഉറപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന സാന്നിധ്യം ഒറ്റ കാര്യമുള്ളൂ. കർത്താവേ, ഞാൻ താഴ്ത്തി തരുന്നു, എന്നെ സമർപ്പിക്കുന്ന കർത്താവേ പറയട്ടെ. പ്രൊമോഷൻ ടു ഹംബിൾനെസ്. ആരും ദൈവസന്നിധി താഴ്ത്തി കൊടുക്കുന്നുവോ അവരെ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്, അവരെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, അവരെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട്, അവരെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സമർപ്പിച്ചു ചുറ്റുപാടുകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും മാറുന്നെങ്കിലോട് വേണ്ട നിയോഗം കൊടുത്തു. നിയോഗം കൊടുത്തപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിലും ആ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ ഓർപ്പിക്കാൻ ദൈവം ചിലത് ചെയ്തു. അവരുടെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദൈവം ഭാഗമെടുത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലർ ഓർപ്പിക്കുന്നത് ഞാൻ ഈ വചനവെളിപ്പാട് കണ്ട് സംസാരിക്കുകയാണ്. ഭാരത്തോടാണ് വന്നത്. ദൈവനെ ഓർപ്പിക്കുന്ന ദൈവമാണ്. അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ, അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ ദൈവം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവിന്റെ പവർ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഇടപെടുന്നു. ആ വചനത്തിനുണ്ടാകുന്ന സമർപ്പിച്ചു കൊടുക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി ദൈവസന്നിധിയിലേക്ക് പറയത്തക്കതായി ദൈവം ചില അത്ഭുതങ്ങൾ, ആ സാന്നിധ്യത്തിന്റെ ചില വിടുതലുകൾ കുടുംബത്തിനകത്ത് തലമുറയിൽ ദൈവസമർപ്പണത്തെ പരിശുദ്ധാത്മാവ് ചെയ്യും. വിശ്വസിക്കാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിനായി സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവസന്നിധി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ്
പഠിപ്പിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന പകൽ ദൈവത്തിന്റെ ദാസനോട് ദൈവത്തിന്റെ ആത്മാവിനെ പരിശുദ്ധ ആത്മാവ് നൽകുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. ദൈവമേ ഹല്ലേലൂയ. ആ ദൈവം ഹല്ലേലൂയ തന്നോട് സംസാരിച്ചതും ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിന്നതുമായ നല്ല അനുഭവങ്ങൾ ദൈവത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഈ ദിവസം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊന്ന് സ്വയശോധന ചെയ്യുവാനുള്ള പകൽക്കാലമായി അടയമാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ധൈര്യപ്പെടുത്തി ഭയപ്പെടേണ്ട, ആവേശോധനത്തിന്റെ ബലത്തോടെ പോക എന്ന് തന്നോട് കൽപ്പിച്ചപ്പോൾ ആ ദൈവശബ്ദത്തിന്റെ മുന്നിൽ ഹല്ലേലൂയ ഇടയായിത്തീർന്നു. അതിന്റെ പിന്നിൽ ഹല്ലേലൂയ തന്നെ അലട്ടിയ ആ ഭയത്തെയും അന്ധഭീതിയെയും അസമാധാനത്തെയും ഒക്കെ തന്റെ ജീവിതത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുവാനിടയായി. ഈ ദിവസങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവശബ്ദത്തിന് മുന്നിൽ നമ്മൾ സമർപ്പിക്കപ്പെടുന്നവരാകുന്നുവെങ്കിൽ, ദൈവവാക്ക് ഹല്ലേലൂയ നാം അനുസരിക്കുന്നവരാകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ പ്രതികൂലമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങൾ അത് പൂർണ്ണമായിരിക്കും മാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ ദാസന്റെ ദൈവദിനത്തിന്റെ സൂക്ഷിക്കാൻ ദൈവം അധികാരപ്പെടുത്തിയല്ലോ. പിന്നെ ദൈവത്തിന്റെ കരങ്ങൾ ശുദ്ധമായി ഉപയോഗിക്കാനിടയാവട്ടെ. ഇന്ന് പകൽ കടന്നു വന്ന എല്ലാ ദൈവദിനത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ ഹല്ലേലൂയ കേട്ട വചനത്തിന് തുറന്നമായ നമ്മുടെ ആത്മീയ ജീവിതം ദൈവസന്നിധിയിൽ ധന്യമാക്കുവാൻ പരിശുദ്ധാത്മാവിനെ കൃപ നൽകട്ടെ. അതുപോലെ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സമർപ്പിച്ചവരാണ് ദൈവം കൃപ ചെയ്യട്ടെ. ഇന്ന് പകൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമൂഹമായി സമർപ്പിച്ച് അതേ സ്തോത്രത്തിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്